നോക്കാം ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ വിശദമായി. ലൈവ് 6 ആദ്യം പ്രധാന വാർത്തകൾ. ധ്വജാരോഹണ ചടങ്ങിനൊരുങ്ങി അയോധ്യ. മറ്റന്നാൾ പ്രധാനമന്ത്രി പതാക ഉയർത്തും. അയോധ്യയിലും പരിസരങ്ങളിലും കനത്ത സുരക്ഷ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയറാമിന്റെ മൊഴിയെടുക്കും. പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സാമ്പത്തിക ഇടപാടുകളും വിദേശയാത്രയും അന്വേഷിക്കും. സ്വർണം പൂശാൻ അനുമതി തേടി പോറ്റി ദേവസ്വം ബോർഡിനയച്ച കത്ത് പുറത്ത്. സ്വസ്ഥമായി അയ്യനെ കണ്ടു വണങ്ങിയ സംതൃപ്തിയിൽ അയ്യപ്പന്മാർ. കൈവെട്ട് കേസിൽ കൂടുതൽ അന്വേഷണത്തിന് NIA. അന്വേഷണം പ്രതി സവാദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ഒളിവിൽ തുടരാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം ലഭിച്ചെന്ന മൊഴി. NIA അപേക്ഷ സ്വീകരിച്ച് കോടതി. സ്പായിൽ പോയത് ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി CPOയിൽ നിന്ന് പണം തട്ടിയ SIക്ക് സസ്പെൻഷൻ. പാലാരിവട്ടം SI ബൈജു സഹപ്രവർത്തകനിൽ നിന്ന് തട്ടിയത് 4 ലക്ഷം. SIയെ ഉടൻ അറസ്റ്റ് ചെയ്യും. കൂട്ടാളി പിടിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിൽ സംസ്ഥാനം. നാമനിർദ്ദേശ പത്രിക നാളെ വൈകിട്ട് വരെ പിൻവലിക്കാം. BJP നടത്തുന്നത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമെന്ന് K മുരളീധരൻ. വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണ നീക്കം നിഷേധിച്ച് കോൺഗ്രസ്. ശബരിമല പ്രതിഫലിക്കുമെന്ന് നടൻ മണിയൻ പിള്ള രാജു. അത് ബാധിക്കും. എന്തായാലും കോടതി ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ സുഗമമായിട്ട് പോകില്ല, ഓരോരുത്തരായിട്ട് പോകില്ല. എന്തായാലും തെറ്റ് ചെയ്തവരെ കണ്ടുപിടിക്കും കോടതി. വിജയ് വീണ്ടും പൊതുവേദിയിൽ. സ്റ്റാലിൻ സർക്കാരിന് രൂക്ഷ വിമർശനം. DMKയുടെ ലക്ഷ്യം കൊള്ള മാത്രമാണെന്നും വിജയ്. കരൂർ അപകടത്തിന് ശേഷമുള്ള ആദ്യത്തെ പൊതുപരിപാടി കാഞ്ചീപുരത്ത്. കാഴ്ച പരിമിതരുടെ വനിതാ 2020 ലോകകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. നേപ്പാളിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. ധ്വജാരോഹണ ചടങ്ങിനൊരുങ്ങി അയോധ്യ. രാംപഥിൽ തീർത്ഥാടക പ്രവാഹം ആരംഭിച്ചു കഴിഞ്ഞു. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കാവ്യ പതാക ഉയർത്തുക. നിരവധി ആചാര്യന്മാരും സന്യാസിമാരും പങ്കെടുക്കുന്ന ചടങ്ങ് പ്രൗഢഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. രഞ്ജിത്ത് രാമചന്ദ്രനും ഞങ്ങളുടെ ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിയും അയോധ്യയിൽ നിന്ന് രാം മന്ദിറിൽ നിന്ന് തത്സമയം ചേരുന്നു. വിവരങ്ങളിലേക്ക്. അതിമനോഹരമായ ഏറെ ഭക്തി നിർഭരമായ ഒരു സ്ഥലത്താണ് ഞാനും പ്രശാന്ത് മംഗലശ്ശേരിയും ഉള്ളത്. അത് മറ്റൊന്നുമല്ല, അയോധ്യ ക്ഷേത്രത്തിന്റെ തൊട്ടു മുന്നിൽ മറ്റന്നാൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ധ്വജാരോഹണം എന്ന വളരെ നിർണായകമായ പ്രധാനപ്പെട്ട ചടങ്ങാണ് ക്ഷേത്രത്തിന്റെ പൂർത്തീകരണം. അതായത് 3 നിലയുള്ള ക്ഷേത്രം അത് മുഴുവൻ പൂർത്തിയായതിനു ശേഷം ഉള്ള ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായുള്ളത്. അതിനായി അദ്ദേഹം മറ്റന്നാളോടുകൂടി അയോധ്യയിൽ എത്തിച്ചേരും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായി വരികയാണ്. നമുക്കറിയാം, ഭക്തലക്ഷങ്ങളാണ് ഓരോ ദിവസവും ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുന്നത്. ഈ വരുന്നവരുടെ എണ്ണം ഇപ്പോൾ ഇവരുടെ കണക്കനുസരിച്ച്, ക്ഷേത്ര ട്രസ്റ്റിന്റെ കണക്കനുസരിച്ച്, ഈ പ്രാൺ പ്രതിഷ്ഠ മുതൽ 2024 ജനുവരിയിലെ പ്രാൺ പ്രതിഷ്ഠ മുതൽ ഇപ്പോൾ ഈ സമയം വരെ ഏതാണ്ട് 60 കോടി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുവെന്നും ഈ 60 കോടി ഭക്തർ ക്ഷേത്രം സന്ദർശിച്ചു മടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായ ഒരു കാര്യം എന്നുള്ളതാണ്. അത്തരത്തിൽ ആഗോള തലത്തിൽ അറിയപ്പെടുന്ന വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി അയോധ്യ മാറുന്നു. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ അയോധ്യയുടെ നഗരവീഥികളിൽ, ഇതൊരു ഗ്രാമമായിരുന്നു, ഇതിപ്പോൾ നഗരമായി വളർന്നു. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ അയോധ്യയുടെ നഗരവീഥികളിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രത്തോളം ഇവിടുത്തെ വ്യവസായവുമായി ബന്ധപ്പെട്ടായാലും വികസനവുമായി ബന്ധപ്പെട്ടായാലും സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ടായാലും കച്ചവടവുമായി ബന്ധപ്പെട്ടായാലും ഒക്കെ അനവധിയായ മാറ്റങ്ങൾ. കാരണം നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ക്ഷേത്ര നഗരിയായി അയോധ്യ മാറിയ ഒരു സാഹചര്യമുണ്ട്. കാരണം ഏറ്റവും അധികം ആളുകൾ, ഭക്തർ, തീർത്ഥാടകർ എത്തുന്ന ഒരു ക്ഷേത്ര നഗരിയായി അയോധ്യ മാറിയ ഒരു സാഹചര്യമുണ്ട്. അതിനിപ്പോൾ നമ്മൾ മലയാളികളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട് കേട്ടോ. മലയാളികൾ ഏതാണ്ട് മനസ്സിലാക്കുന്നത് രാമഭക്തരായ മലയാളികളിൽ ഏതാണ്ട് ഭൂരിഭാഗം ആളുകളും അയോധ്യയിൽ ഈ 2 വർഷത്തിനുള്ളിൽ വന്നു മടങ്ങി എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഇപ്പോൾ ഇവിടെ വരുമ്പോഴും നമുക്ക് ഒരുപാട് മലയാളികളെ കാണാം. കോഴിക്കോട്ടുകാരായാലും പാലക്കാട്ടുകാരായാലും മലപ്പുറത്തുകാരായാലും കാസർഗോഡുകാരായാലും ഒക്കെയുള്ള നിരവധി അനവധികളായ തിരുവനന്തപുരത്തുകാരായാലും ഒക്കെയുള്ള മലയാളികളെ കാണുകയും അവരുടെ സന്തോഷം നമ്മൾ പങ്കുവെക്കുകയും മറ്റും ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളെ ആകർഷിക്കുന്ന
വളരെ മനോഹരമായ ഭക്തിസാന്ദ്രമായ ഒരു പ്രദേശമായി ഇത് മാറുകയാണ്, ഈ സ്ഥലം മാറുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനോട് ചേർത്ത് വെക്കണം നമ്മുടെ ധ്വജ കൊടിയുയർത്തൽ എന്ന വളരെ പ്രധാനപ്പെട്ട ചടങ്ങ്. 191 അടി ഉയരമുള്ള മകുടം, ക്ഷേത്രത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന മകുടത്തിന് മുകളിലാണ് പ്രധാനമന്ത്രി ഈ കൊടി ഉയർത്തുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചടങ്ങിന് ആയുള്ള ഒരുക്കങ്ങൾ അതിന്റെ ഏതാണ്ട് എല്ലാ പൂർത്തീകരണങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പുഷ്പാലങ്കൃതമാക്കുകയാണ്, ഈ മുൻവശമൊക്കെ പുഷ്പാലങ്കൃതമായിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി പുരോഗമിക്കുകയാണ്. നവംബർ 25-നാണ് ഈ ചടങ്ങ് എന്നുള്ളതാണ്. ഈ ചടങ്ങ് കുറ്റമറ്റമാക്കുന്നതിന് എഞ്ചിനീയർമാരും പൂജാക്രമം നിർവഹിക്കുന്ന സംഘങ്ങളും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിഹേഴ്സലും മറ്റും നടത്തുന്നുണ്ട്. ത്രികോണാകൃതിയിലുള്ള കാവ്യ നിറത്തിലുള്ള പതാകയാണ് ക്ഷേത്രത്തിൽ ഉയർത്തുക എന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഈ നടുക്ക് ഓം എന്ന ചിഹ്നവും ഉണ്ടാകും. ചടങ്ങിൽ അയോധ്യ, കാശി, ദക്ഷിണേന്ത്യ എന്നിവിടങ്ങളിലായി 108 ആചാര്യന്മാർ പങ്കെടുക്കും. രാമക്ഷേത്രത്തിന്റെ നേരത്തെ പറഞ്ഞ 191 അടി ഉയരത്തിലുള്ള ശിഖരത്തിലാണ് ഇത് സ്ഥാപിക്കുക. അതാണ് ഏറ്റവും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത്. 2020 ഓഗസ്റ്റ് 5-നാണ് ഔദ്യോഗികമായി രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2024 ജനുവരിയിൽ രാമവിഗ്രഹം പ്രതിഷ്ഠിച്ച് പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് പ്രൗഢഗംഭീരമായി അതിഗംഭീരമായി നടന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ പ്രധാനപ്പെട്ട ചടങ്ങിനെ അത് ആ തരത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനൊപ്പം തന്നെ അത്രത്തോളം തന്നെ പ്രൗഢഗംഭീരമായി ഈ ചടങ്ങും നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ക്ഷേത്രത്തെ തീരുമാനിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് ക്രമീകരണങ്ങൾ ഇവിടെ നടപ്പിലാക്കി വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. പ്രശാന്തിന്റെ ക്യാമറയിൽ കാണാം. എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകി വരിക. അക്ഷരാർത്ഥത്തിൽ ഈ ഭക്തർ ഒഴുകി വരുന്നു. വളരെ ശാന്തമായി, വളരെ സമാധാനമായി, ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളുമില്ലാതെ അകത്ത് കയറി ക്ഷേത്ര ദർശനം നടത്തി മടങ്ങി വരുന്നു. അതാണ് ഇവിടുത്തെ സാഹചര്യം. ലക്ഷക്കണക്കിന് ഭക്തർ വന്നു പോകുന്ന ഒരു പ്രദേശമാണിത്. പക്ഷെ അപ്പോഴും വളരെ സുഗമമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമായി തന്നെ നമ്മളിതിനെ കാണുകയും വേണം. ഭക്തി 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 മാത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്നുകൂടി നമ്മൾ ഓർക്കണം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, അയോധ്യ. ശബരിമല ദ്വാരപാലക ശില്പപാളിയിൽ സ്വർണം പൂശാൻ അനുമതി തേടി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച കത്തിന്റെ പകർപ്പ് പുറത്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കത്തയച്ചത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെന്ന ആരോപണങ്ങൾക്കിടയിലാണ് കത്തിന്റെ പകർപ്പ് പുറത്തു വന്നത്. അതിനിടെ കേസിൽ നടൻ ജയറാമിന്റെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. എ പത്മകുമാറിന്റെ വിദേശ ഇടപാടുകളിൽ വ്യക്തത തേടി പാസ്പോർട്ട് അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2019 ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ അടക്കം ആരോപണങ്ങൾ ഉയരുന്നതിനിടയിലാണ് 2019 ജൂൺ മാസം 17-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അയച്ച കത്തിന്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയുന്ന കാര്യം, വാതിൽപ്പാളിയിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണം പൂശി തിരികെ നൽകിയതുപോലെ ഇരുവശങ്ങളിലുമുള്ള ദ്വാരപാലകന്മാരുടെ ശില്പങ്ങളുടെ തകിടുകളും ചെമ്പും സ്വർണം പൂശുന്നതിന് വേണ്ടി തങ്ങൾക്ക് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ചിരിക്കുന്ന ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് സമർപ്പിച്ചിരിക്കുന്ന കത്തിന്റെ പകർപ്പാണ് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായി ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ തന്നെ ഇതിന്റെ ആസൂത്രണം നടന്നെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ SITക്ക് ലഭിച്ചിരുന്നു. മാത്രവുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ കത്തിന് പിന്നീട് അതിന് അനുവാദം നൽകിക്കൊണ്ട് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ തട്ടിപ്പ് നടന്നത് എന്ന് ഇതോടെ ഉറപ്പിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതിൽ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ദേവസ്വം ബോർഡ് ജീവനക്കാരും അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് പുറത്തുവരുന്നത്. അതിൽ തന്നെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അയച്ച കത്ത് പിന്നീട് ബോർഡ് യോഗത്തിന്റെ പരിഗണനയിൽ വരികയും ബോർഡ് യോഗം അതിന് അനുമതി നൽകുകയുമായിരുന്നു. അങ്ങനെയാണ് കെ പത്മകുമാർ ബോർഡ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അനുമതി തേടിയപ്പോൾ അംഗങ്ങൾ എതിർത്തതിനെ തുടർന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. ആ ചർച്ചകൾക്കൊടുവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ പാളികൾ കൊടുത്തുവിടാനും സ്വർണം പൂശാനായി പാളികൾ കൊടുത്തുവിടാനുള്ളൊരു തീരുമാനമുണ്ടാകുന്നത്. അവിടെയാണ് നിലവിൽ സ്വർണം പൂശിയിരുന്ന ചെമ്പ് എന്നുള്ളിടത്ത് ചെമ്പ് മാത്രം എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നതും അതിൽ നിന്ന് സ്വർണം ഉരുക്കിയെടുക്കുന്ന സാഹചര്യം പിന്നീട് ബംഗളൂരുവിൽ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്തുദ്ദേശത്തോടെയാണ് ഇത് ചെയ്തത്? അതായത് കേവലം ഈ സ്വർണം ഉരുക്കിയെടുത്ത് അത് വിൽപ്പന നടത്തുക എന്ന ലക്ഷ്യമായിരുന്നു. അതിനപ്പുറത്തേക്ക് ശബരിമലയിൽ നിന്നുള്ള സ്വർണം എന്ന ഖ്യാതി പ്രചരിപ്പിച്ചുകൊണ്ട് അതിനെ വലിയ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി വിശ്വാസികളുടെ ഇടയിൽ, അതായത് വലിയ ധനികരായിട്ടുള്ള അയ്യപ്പ ഭക്തർക്കിടയിൽ
അതിന്റെ വിൽപ്പന നടത്താനുള്ള ഒരു നീക്കമാണോ ഈ സംഘം നടത്തിയത് എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. അതടക്കമുള്ള കാര്യങ്ങളിലാണ് പരിശോധന തുടരുന്നത്. അതിനിടയിലാണ് നടൻ ജയറാമിനെ കൂടി ഈ കേസിൽ സാക്ഷിയാക്കാനുള്ള ഒരു നീക്കം SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ചെന്നൈയിൽ വെച്ച് നടന്ന ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളികൾ ഉപയോഗിച്ചുകൊണ്ട് നടന്ന പൂജയിൽ നടൻ ജയറാമൻ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജയറാമിന്റെ മൊഴിയെടുക്കാനുള്ള ഒരു സാവകാശം ഇപ്പോൾ അന്വേഷണ സംഘം തേടിയിരിക്കുന്നത്. അതേസമയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന് വേണ്ടി അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ നൽകും. പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലൂടെ ഇയാളുടെ വിദേശ ഇടപാടുകളുടെ അടക്കം വിവരങ്ങൾ ശേഖരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ആറന്മുളയിലെ പത്മകുമാറിന്റെ വസതിയിൽ നടത്തിയ പരിശോധനയിൽ SIT പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ പിടിച്ചെടുത്തിരുന്നു. 2019 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് പത്മകുമാർ വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രേഖകൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അതോടൊപ്പം പത്മകുമാറിന്റെ കുടുംബാംഗങ്ങളുടെ ഭൂമി ഇടപാടുകളെ കേന്ദ്രീകരിച്ചുകൂടി SITയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് നിലവിൽ ഈ അന്വേഷണം എത്തി നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ നടന്ന വലിയൊരു ആസൂത്രണത്തിലൂടെയാണ് ഈ തട്ടിപ്പ് ഇങ്ങനെ നടന്നത് എന്നാണ്. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും രാഷ്ട്രീയ ഉന്നതർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബോധപൂർവമായ അറിവുണ്ടായിരുന്നോ, ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള നീക്കമാണ് SIT ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ചയായിട്ടും ദർശനത്തിന് വൻ തിരക്കില്ലാത്ത ശബരിമല. നീണ്ട കാത്തിരിപ്പില്ലാതെ തീർത്ഥാടകർക്ക് ദർശനം സാധ്യമാകുന്നുണ്ട്. 83,000 തീർത്ഥാടകരാണ് കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അധികവും എത്തുന്നത്. കഴിഞ്ഞ ദിവസം 83,000 പേരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയത്. തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഞായറാഴ്ചയായിട്ടും ഇന്നും അങ്ങനെ വലിയ തോതിൽ ഭക്തരുടെ തള്ളിക്കയറ്റമില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലുമായി എത്തുന്നത്. മലയാളികൾ താരതമ്യേന കുറവാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി അധ്യക്ഷത വഹിച്ച ഉന്നതതല യോഗത്തിൽ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനം കൈക്കൊണ്ടിരുന്നു. തിരക്കിന്റെ പശ്ചാത്തലത്തിൽ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം 5,000-ആയി ആദ്യം പുറപ്പെടുവിച്ച ഉത്തരവ് ഹൈക്കോടതി പിന്നീട് ലഘൂകരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന് ഓരോ ദിവസത്തെയും എണ്ണം തീരുമാനിക്കാവുന്ന നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോൾ ആ തീരുമാനം കൈക്കൊള്ളേണ്ടത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും സ്പെഷ്യൽ ഓഫീസറും ചീഫ് പോലീസ് കോർഡിനേറ്ററും ഈ 3 പേരും ഓരോ ദിവസവും അവലോകനം നടത്തി എത്ര പേരെ സ്പോട്ട് ബുക്കിംഗിലൂടെ കടത്തിവിടാമെന്ന് തീരുമാനിക്കണം. കഴിഞ്ഞ ദിവസം 9,000 പേരെ കടത്തിവിടാൻ കഴിഞ്ഞിരുന്നു. ആ സംഖ്യ കൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നാലും അത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തതിൽ ഏതാണ്ട് 24,000 പേർ കഴിഞ്ഞ ദിവസവും എത്തിയിരുന്നില്ല. ഈ കുറവ് പരിഹരിക്കുന്നത് തീയതി മാറി വരുന്ന ഭക്തരാണ്. അതായത് നേരത്തെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്യുകയും നേരത്തെ ശബരിമലയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഏതാണ്ട് 25,000-ഓളം ഭക്തർ, ശരാശരി അത്രയും എണ്ണമാണ് ഓരോ ദിവസവും അങ്ങനെ തീയതി മാറി നേരത്തെ എത്തുന്നത്. ആ കുറവ് പരിഹരിക്കുന്നത് ഇങ്ങനെയുള്ള ഭക്തരാണ്. പക്ഷേ വിർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തവരും ഇങ്ങനെ എത്തുന്നവരും സ്പോട്ട് ബുക്കിംഗിൽ വലിയ തോതിൽ പ്രവേശനം തേടി എത്തുന്നവരും ഒരുമിച്ച് വന്നാൽ വലിയ തോതിൽ ജനക്കൂട്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ നിലയ്ക്കൽ കൂടുതൽ ആളുകളെ കേന്ദ്രീകരിക്കാനുള്ള തീരുമാനം നേരത്തെ തന്നെ കൈക്കൊണ്ടിരുന്നു. അവിടെയാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഹബ്ബാക്കി മാറ്റിയിട്ടുള്ളത്. പമ്പയിലേക്ക് കൂടുതൽ ഭക്തർ എത്താതിരിക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തും അങ്ങനെ വലിയ തോതിൽ ഭക്തരുടെ തിരക്കില്ല. കാര്യങ്ങൾ സുഗമമായി നടക്കുന്നുണ്ട്. ദർശനം വളരെ സുഗമമായി നടക്കുന്നു എന്ന് തന്നെയാണ് ഭക്തർ പറയുന്നത്. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 സന്നിധാനം. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ കൂടുതൽ അന്വേഷണത്തിന് NIA. പ്രതി സവാദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 14 വർഷം ഒളിവിൽ തുടരാൻ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം കിട്ടിയെന്നാണ് സവാദിന്റെ മൊഴി. അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ കേസിലെ 1-ാം പ്രതിയായ സവാദിനെ പിടികൂടിയത് 14 വർഷങ്ങൾക്ക് ശേഷമാണ്. ഈ പിടികൂടുന്ന ഈ കാലയളവിൽ അത്രയും ഇവിടെ സുരക്ഷിതമായി താമസിക്കുന്നതിനും മറ്റ് വേണ്ട സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായമടക്കം കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് നിരവധിയായ ആളുകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംഘടന PFIയുടെ കൂടി ഒരു ഇടപെടൽ അതിൽ നടന്നിട്ടുണ്ട് എന്നത് എടുത്തു കാണിക്കുന്നു. ഈ അന്വേഷണത്തിൽ എടുത്തു കാണിക്കുന്നു. നിരോധിക്കപ്പെട്ട സംഘടനാ പ്രവർത്തകർക്ക് ഇത്രയും അധികം സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഈ ഒളിയിടങ്ങൾ ഒരുക്കി കൊടുക്കുക, അതോടൊപ്പം തന്നെ സാമ്പത്തികമായുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നിവയിലെല്ലാം തന്നെ അവരിടപെടൽ ഉണ്ടായിട്ടുള്ള സ്ഥിതിക്ക് കൂടുതൽ
കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കൂടുതൽ പ്രതികൾ, ഇനി ഒരു അന്വേഷണത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ സജീവമായി നിലനിൽക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഇവരെ സഹായിച്ചത്, ഇവരേത് രീതിയിലുള്ള സഹായമാണ് ചെയ്തത്, ഒപ്പം തന്നെ സാമ്പത്തിക സഹായങ്ങൾ ഇവർക്ക് ഒരുക്കി കൊടുത്തത്, അതിൻ്റെ ഒരു മാർഗം എന്താണ്, അതിൻ്റെ കൃത്യമായൊരു ഉറവിടം എങ്ങനെയാണ്, എങ്ങനെ കൈമാറി, ഇതെല്ലാം തന്നെ വസ്തുതാപരമായിട്ട് തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന നിലപാടിലാണ് NIA എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഒന്നാം പ്രതിക്ക് താവളങ്ങൾ ഒരുക്കി കൊടുക്കുകയും മറ്റ് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും മാത്രമല്ല, ഇപ്പോഴും ആ PFI ഇടപെടലുണ്ട്, നിരോധിക്കപ്പെട്ട സംഘടനയുടെ ഇടപെടൽ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതുകൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്ന നിലപാടിലേക്കാണ് അന്വേഷണ ഏജൻസി എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ NIA കോടതി മുമ്പാകെയും ധരിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇതിനെ പ്രതിഭാഗം എതിർക്കുന്നത് പിടിയിലായ സവാദിനെ അയാളുടെ വിചാരണ കാലയളവ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് എന്ന രീതിയിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, തങ്ങൾക്കിതിൽ കൃത്യമായ നിലപാടുണ്ട്, കൃത്യമായ രീതിയിലുള്ള മൊഴികളും കാര്യങ്ങളും ചോദ്യം ചെയ്യലിൽ നിന്ന് സവാദിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നത് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. 2010 നടന്ന ഈ സംഭവത്തിൽ 14 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂർ ഭാഗത്തു നിന്ന് ഇയാൾ പിടിയിലാകുന്നത്. അപ്പോൾ ഈ ഒളിവിടങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ അത്രയും നടന്ന ഇടപെടൽ മാത്രമല്ല, സാമ്പത്തിക ഇടപെടൽ, ഒപ്പം തന്നെ ഈ നിരോധിക്കപ്പെട്ട സംഘടനകൾ ഇപ്പോഴും സജീവമായിട്ട് പ്രവർത്തിക്കുന്നെങ്കിൽ അതിൻ്റെ കൂടി കണ്ടെത്തലുകളെല്ലാം തന്നെ വരേണ്ടതുണ്ട്. അതുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളുണ്ടാകും, ഒരുപക്ഷെ കൂടുതൽ പ്രതികളും ഈ കേസിൽ ഉണ്ടായിക്കൂടുന്നില്ല. സ്പായിൽ പോയത് ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി CPOയിൽ നിന്ന് 4 ലക്ഷം രൂപ തട്ടിയ കേസിൽ SIക്കെതിരെ നടപടി. എറണാകുളം പാലാരിവട്ടം സ്റ്റേഷനിലെ SI KK ബൈജുവിനെതിരെയാണ് സസ്പെൻഡ് ചെയ്തത്. ബൈജുവിന്റെ അറസ്റ്റ് ഉടനുണ്ടാകും. ബൈജുവിന്റെ കൂട്ടാളി എറണാകുളം സ്വദേശി ഷിഹാമിനെ അറസ്റ്റ് ചെയ്തു. CPO നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് SI ബൈജുവിന് തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്ന് SIയെ ഒന്നാം പ്രതിയാക്കി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വകുപ്പ് തല അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എറണാകുളം ACP നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണർ SIയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ബൈജുവിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇയാൾ ഒളിവിലാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കേസിലെ 3ാം പ്രതിയും സ്പാ ജീവനക്കാരിയുമായ രമ്യയും ഒളിവിലാണ്. ഇവർക്കായും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇവരുടെ കൂട്ടാളി ഷിഹാമിനെ പോലീസ് ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളാണ് CPOയെ ഭീഷണിപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. സ്പായിൽ പോയ വിവരം ഭാര്യയെ അറിയിക്കുമെന്ന് പറഞ്ഞാണ് SIയും സ്പാ ജീവനക്കാരിയും ചേർന്ന് CPOയിൽ നിന്നും 4 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ഈ തട്ടിയെടുത്ത തുകയിൽ 2 ലക്ഷം രൂപ ബൈജുവിന് ലഭിച്ചതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. SIയും യുവതിയും ചേർന്ന് സമാനമായ രീതിയിൽ മുൻപും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കൂടുതൽ പരാതിക്കാരുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൊല്ലം പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്ത കേസിൽ പ്രതികളുടെ വിടുതൽ ഹർജിയിന്മേൽ വാദം കേട്ട് കോടതി ഉത്തരവായി. കമ്പക്കാർക്ക് സ്ഫോടന വസ്തുക്കൾ മൊത്തമായി കച്ചവടം നടത്തിയ പ്രതികളെയാണ് കോടതി കേസിൽ നിന്ന് ഒഴിവാക്കിയത്. നവംബർ 29-ന് കുറ്റപത്രം നൽകും. 110 പേരുടെ മരണത്തിനും 656 പേരുടെ ഗുരുതര പരിക്കുകൾക്കുമിടയാക്കിയ ദുരന്തമായിരുന്നു പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ സംഭവിച്ച വെടിക്കെട്ട് അപകടം. 2016-ൽ അനുമതിയില്ലാതെ നടന്ന മത്സര വെടിക്കെട്ടിൽ 59 പേർക്കെതിരെ കേസെടുത്തിരുന്നു. വിടുതൽ ഹർജിയിൽ 3 പ്രതികളെ വെറുതെ വിട്ട് ഉത്തരവായി. കമ്പക്കാർക്ക് സ്ഫോടക വസ്തുക്കൾ മൊത്തമായി കച്ചവടം നടത്തിയ 57 മുതൽ 59 വരെ പ്രതികളെയാണ് വെറുതെ വിട്ടത്. സ്ഫോടക വസ്തുക്കൾ വിൽപ്പന നടത്തിയതിനുള്ള ബില്ലുകൾ പ്രകാരം പുറ്റിങ്ങൽ സംഭവത്തിന് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ നൽകിയതിനുള്ള തെളിവുകളോ ബില്ലുകളോ ഇല്ലെന്നും പലപ്പോഴായി വാങ്ങി ശേഖരിച്ചതാണെന്നും കോടതി കണ്ടെത്തി. തുടർന്നാണ് വിൽപ്പനക്കാരായ 3 പ്രതികളെയും കേസിൽ നിന്ന് ഒഴിവാക്കിയത്. കേസിൽ 1 മുതൽ 15 വരെ പ്രതികൾ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളാണ്. 16 മുതൽ 20 വരെ പ്രതികൾ കമ്പക്കാരും. 21-ാം പ്രതിയാണ് കമ്പത്തിന് നേതൃത്വം നൽകിയത്. 22 മുതൽ 55 വരെ പ്രതികൾ കമ്പക്കാരുടെ ജോലിക്കാരാണ്. സമീപത്തുള്ള ശാർക്കരദേവി ക്ഷേത്രം പ്രസിഡന്റാണ് 56-ാം പ്രതി. ന്യൂസ് 18 കൊല്ലം. സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ അടുത്ത 2 ദിവസം പരക്ക മഴയ്ക്ക് സാധ്യത. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. നാളെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. ചെങ്കോട്ട സ്ഫോടന കേസിലെ മുഖ്യ സൂത്രധാരൻ ഉമർ നബിക്ക് പല തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്ന റിപ്പോർട്ട്. അൽ ഖ്വയ്ദയോടും IS-ഉമായും ഉമർ ചർച്ച നടത്തി. ഗ്വാസിഗുണ്ടിൽ ഒക്ടോബർ 18-നായിരുന്നു ചർച്ച നടന്നത്. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തി.
ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഈ ചെങ്കോട്ട സ്ഫോടനത്തിലെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന ഉമർ നബി പല തീവ്രവാദ ഗ്രൂപ്പുകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ NIA കണ്ടെത്തിയിരിക്കുന്നത്. ഒക്ടോബർ 18-ാം തീയതി ഇത്തരത്തിൽ അൽഖ്വയ്ദയുമായി ഇയാൾ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ IS-മായി ഇതിൽ ആശയവിനിമയം നടത്തിയിരിക്കുന്നു എന്നുള്ള ചില സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ NIA കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ കഴിഞ്ഞ ദിവസം ഈ അദിൽ റാത്തോർ നേരത്തെ ജമ്മു കാശ്മീരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളായിരുന്നു ഇത്തരത്തിൽ AK-47 തോക്കടക്കം വാങ്ങുകയും ചെയ്തത്. അത് മറ്റൊരു സുഹൃത്തിൻ്റെ പക്കൽ അയാളുടെ ലോക്കറിലായിരുന്നു ഈ AK-47 തോക്ക് സൂക്ഷിക്കുകയും ചെയ്യുന്നു. അതൊക്കെ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു. ഇത്തരത്തിൽ ഉമർ നബി നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ സ്വീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്തത് ഈ അദിൽ റാത്തോർ തന്നെയായിരുന്നു. അദിൽ റാത്തോറിൻ്റെ സഹോദരനെ കേന്ദ്രീകരിച്ച് കൂടി ഇപ്പോൾ അന്വേഷണം പോകുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മുഖ്യ കണ്ണിയാണ് ഈ അദിൽ റാത്തറിൻ്റെ സഹോദരൻ കൂടിയായിട്ടുള്ള മുസഫിർ റാത്തർ. ഇയാൾ അഫ്ഗാനിസ്ഥാനിൽ അതായത് ഈ സ്ഫോടനം ഉണ്ടായതിന് ശേഷം പിന്നാലെ ഇയാൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു കളഞ്ഞതായിട്ടുള്ള വിവരം NIAക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാനോട് ഇയാളെ വിട്ടു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉടൻ തന്നെ ഇത്തരത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായി കൂടിയാലോചനകൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇയാൾക്കെതിരെ അറസ്റ്റ് വാറന്റ് ജമ്മു കാശ്മീർ പോലീസും ഒപ്പം തന്നെ SITയും NIAയും ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ റെഡ് കോർണർ നോട്ടീസ് അടക്കം ഇയാൾക്കെതിരെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം. എന്തായാലും നിലവിൽ ഈ അന്വേഷണം ഡോക്ടർ മുസമ്മിൽ എന്ന ഫരീദാബാദിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടറെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഇയാളാണ് ഇത്തരത്തിൽ ഈ അൽഫല യൂണിവേഴ്സിറ്റിയിൽ ജോലി നോക്കുന്ന വേളയിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ നിരവധി ഫണ്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ക്രോഡീകരിക്കുകയും അത് ഈ തീവ്രവാദ പ്രവർത്തനത്തിനായി ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതും അതിൽ മുഖ്യകണ്ണിയായിട്ടുള്ളത് മുസമ്മിൽ തന്നെയാണ് എന്നുള്ള ഒരു കണ്ടെത്തൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ നിന്ന് അറസ്റ്റിലായിട്ടുള്ള വനിതാ ഡോക്ടർ കൂടിയായിട്ടുള്ള ഷഹീൻ ഇത്തരത്തിൽ ഈ വനിതാ ചാവേറുകളുടെ റിക്രൂട്ട് ചെയ്ത അതായത് അൽ ഉമിനാത്ത് എന്ന ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ ചാവേറുകളുടെ ഒരു സംഘമാണ്. അതിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യ ഘട്ടങ്ങളിൽ റിക്രൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇത്തരത്തിൽ ഷഹീൻ എന്ന് പറയുന്നത്. അതിൽ ഈ പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ മുഖ്യ സൂത്രധാരൻ ആയിട്ടുള്ള ആളുടെ ഭാര്യയായിട്ടുള്ള അഫീറ ബീബിയാണ് ഇതിൽ മുൻകൈ എടുത്തിട്ടുള്ളത്. ഇവർ പലതവണ ഓൺലൈൻ മീറ്റിങ്ങുകൾ നടത്തുകയും ആ മീറ്റിങ്ങിലൊക്കെ ഈ ഷഹീനും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള നിർണായക വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് NIA കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് IS-ഉമായും അൽഖ്വയ്ദയുമായും ഈ വിഷയത്തിൽ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ സ്ഫോടനം നടത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച നടത്തിയിരുന്നു, അതിൻ്റെ ആശയവിനിമയം നടത്തിയിരുന്നു എന്ന് തെളിയിക്കുന്ന നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ NIA കണ്ടെത്തിയിരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം കാഞ്ചീപുരത്ത് പൊതുപരിപാടിയിലൂടെ തമിഴക രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും വിജയുടെ മാസ് എൻട്രി. കരൂർ ദുരന്തത്തിന് ശേഷമുള്ള ആദ്യ പൊതുപരിപാടിയിൽ DMK കടന്നാക്രമിച്ചായിരുന്നു വിജയുടെ വാക്കുകൾ. എല്ലാവർക്കും വീടും ബൈക്കുമാണ് തമിഴക വെട്രിക്കഴകത്തിന്റെ വാഗ്ദാനം. കരൂർ ദുരന്തം നടന്ന് 57 ദിവസത്തിനു ശേഷം തമിഴക വെട്രിക്കഴകത്തിന് പുത്തൻ ഊർജം നൽകി പാർട്ടി നായകന്റെ മടങ്ങിവരവ്. CN അണ്ണാദുരൈയുടെ ജന്മനാടായ കാഞ്ചീപുരത്ത് DMKയെ രൂക്ഷമായി വിമർശിച്ച വിജയുടെ പ്രസംഗം. അണ്ണായുടെ ആദർശങ്ങൾ DMK കുഴിച്ചുമൂടിയെന്നും കൊള്ളയടിക്കുന്നവരായി DMK മാറിയെന്നും വിജയ് പരിഹസിച്ചു. சுரண்டிட்டாங்க, கொள்ளையடிச்சிட்டாங்க, நாசம் பண்ணிட்டாங்க, மோசம் பண்ணிட்டாங்கன்னு இன்னும் என்ன வேணாலும் சொல்லலாம். ஆக மொத்தம் அழிச்சிட்டாங்க. മണൽക്കടത്തടക്കമുള്ള അഴിമതികൾ അക്കമിട്ട് നിരത്തിയായിരുന്നു വിമർശനം. இதை நான் ஏதோ போற போக்கில் ஏதோ அடிச்சு விடலங்க, ஆதாரத்தோட தான் சொல்றேன். அனுமதிக்கப்பட்ட அந்த லெவலை தாண்டி 22,70,000 യൂണിറ്റ് മണല കൊള്ളയടിച്ചിരിക്കാங்க. കർഷകരുടെ താൽപര്യങ്ങൾ ബലികൊടുത്ത് വലിയ വികസനങ്ങൾ വേണ്ടെന്ന പരന്തൂർ ഗ്രീൻഫീൽഡ് എയർപോർട്ട് വിഷയത്തിൽ പാർട്ടി നയം വ്യക്തമാക്കി വിജയ്. காஞ்சிபுரம் மாவட்டத்துல தான் பரந்தூர் ஏர்போர்ட் கட்டுற பிரச்சனையும் இருக்குது.
அந்த பிரச்சனையில கண்டிப்பா நாங்க விவசாயிகள் பக்கம் தான் நிற்போம். அதுல எந்த மாற்று கருத்துமே கிடையாது. വിജയെയും വിജയുടെ ഒപ്പം നിന്നവരെയും നോവിച്ചവർ ഖേദിക്കുമെന്നാണ് നായകന്റെ മുന്നറിയിപ്പ്. വിജയുടെ പ്രസംഗത്തിൽ AIADMKയ്ക്കും BJPക്കും കാര്യമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയം. കാഞ്ചീപുരത്തെ സ്വകാര്യ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ QR കോഡുള്ള ടിക്കറ്റ് ലഭിച്ച 2000 പേർക്ക് മാത്രമായിരുന്നു പ്രവേശനം. പാസ് ലഭിക്കാതെ നിരവധി പേരാണ് തിരിച്ചുപോയത്. ന്യൂസ് 18 തമിഴ്നാട്.